എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശുക്ലപക്ഷ പൗർണമിയാണ്. ജനുവരി 13 രാവിലെ 5:03 മുതൽ ജനുവരി 14 രാവിലെ 3:56 വരെയാണ് ശുക്ലപക്ഷ പൗർണമി തിഥി ഉള്ളത്. അതിൽ നമുക്ക് ചന്ദ്രദർശനം ലഭിക്കുന്നത് ചന്ദ്രോദയം ജനുവരി 13 5:54 PM ചന്ദ്രൻ അസ്തമിക്കുന്നത് ജനുവരി 14 6:57 AM ആണ്. ചന്ദ്രോദയം 5:54 PM ആയതുകൊണ്ട് തന്നെ 5:54 PM ശേഷം പൗർണമിയുടെ അതിശക്തമായ പോസിറ്റീവ് ഊർജത്തെ നമുക്ക് ഉപയോഗപ്പെടുത്തുവാനുള്ള ആചാരങ്ങൾ ചെയ്യുവാനുള്ള സമയമാണ്. പൗർണമി വ്രതത്തിൻ്റെ പോസിറ്റീവ് എനർജിയും ചന്ദ്രദർശനവും നമ്മളിലേക്ക് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരും എന്നാണ് പറയുന്നത്. പൗർണമിയിലെ ചന്ദ്രൻ്റെ മുഴുവൻ എനർജിയും നമ്മളിലേക്ക് ആവാഹിച്ചെടുത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ദിവസമാണ് പൗർണമി എന്ന് പറയുന്നത്. പൗർണമിയിൽ നമുക്ക് അഫർമേഷൻസ് എഴുതാം. അഫർമേഷൻസ് വിഷ്വലൈസ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്തെടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ചന്ദ്ര ഊർജത്തെ ആവാഹിച്ചെടുത്ത് ചന്ദ്രജലം ഉണ്ടാക്കിയെടുക്കുവാനും കഴിയും. ഈ ഭൂമിയിലുള്ള എല്ലാം നിരന്തരമായ വളർച്ചയുടെയും തകർച്ചയുടെയും ഒരു ചക്രത്തിലൂടെയാണ് കടന്നു പോകുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പോൾ വളർച്ചയും തകർച്ചയും ഉള്ള ചക്രത്തിലൂടെയാണ് ഒരാൾ കടന്നു പോകുന്നത്. അതായത് ചന്ദ്രൻ എങ്ങനെയാണോ ഒരു വളർച്ചയുടെയും തളർച്ചയുടെയും ചക്രത്തിലൂടെ കടന്നു പോകുന്നത്, അതുപോലെ തന്നെയാണ് നമ്മളും കടന്നു പോകുന്നത് എന്നും അത് ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ പൗർണമിയിലും ഒരു ചക്രത്തിൻ്റെ അവസാനമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമ്മൾ എത്രത്തോളം എത്തി, എത്ര പഠിച്ചു, അതുകൊണ്ട് നമ്മൾ എന്ത് നേടി എന്നുള്ള കാര്യങ്ങളെ ആഘോഷിക്കുന്ന ഒരു ദിവസം, അല്ലെങ്കിൽ അതിന് നന്ദി പറയേണ്ട ഒരു സമയമായിട്ടാണ് നമ്മൾ പൗർണമിയെ കണക്കാക്കുന്നത്. നമ്മൾ ഇതുവരെ എന്ത് നേടി, നമ്മൾ എവിടെ എത്തി എന്നൊക്കെ നമ്മൾ എത്രത്തോളം പഠിച്ചു അതിനൊക്കെ നമ്മൾ നന്ദി അർപ്പിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, അതിനെ ആഘോഷിക്കുക. അതിനുള്ള സമയമാണ് പൗർണമി എന്ന് പറയുന്നത്. പൂർണ്ണചന്ദ്രൻ അതായത് പൗർണമി, അത് നമ്മളെ അതുപോലെ തന്നെ സ്വയം ഒന്ന് പരിശോധിക്കാനുള്ള സമയം കൂടിയാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ മുഴുവൻ കഴിവുകളും ജീവിക്കുന്നതിലേക്ക് എടുക്കണമെന്ന് നമ്മളെ ഓർമ്മിപ്പിക്കാനും ഇനി അതിന് തടയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളിലുണ്ടെങ്കിൽ അതിനെ ഉപേക്ഷിക്കാനും കൂടി ഒരു പ്രചോദനം തരുന്ന ഒരു ദിവസമായിട്ടാണ് പൗർണമിയെ നമ്മൾ കണക്കാക്കുന്നത്. നമ്മളെ തന്നെ അടിച്ചമർത്തുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനത്തെയുള്ളത് അത് എന്ത് തന്നെ ആയാലും, അത് വിശ്വാസങ്ങളാണെങ്കിൽ, ചിന്താരീതികളാണെങ്കിൽ, പെരുമാറ്റമാണെങ്കിലും, സാഹചര്യമാണെങ്കിലും, ബന്ധങ്ങളാണെങ്കിലും എന്തോ ആവട്ടെ, അത് നമ്മളെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് നമ്മളുടെ വളർച്ചയ്ക്ക് നേരെ അല്ല നിൽക്കുന്നത് എങ്കിൽ അതിനെ ഉപേക്ഷിക്കാനുള്ളത് അതിനുള്ള ഏറ്റവും അനുയോജ്യമായ സമയമാണ് പൂർണ്ണചന്ദ്രൻ എന്ന് പറയുന്നത്. അത്രയും നല്ല ഒരു പോസിറ്റീവ് എനർജിയാണ് പൗർണമി നമുക്ക് തരുന്നത്. ഒരു പോസിറ്റീവിലേക്കുള്ള ചുവട് വയ്ക്കാനും നമുക്ക് ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കാനും സഹായിക്കുന്നതാണ് പൗർണമിയുടെ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അതൊരു ആചാരമാണ്. പൗർണമി എന്ന് പറയുന്നത് ഒരു ആചാരമായിട്ടാണ്, ആ പോസിറ്റീവ് എനർജിയെ നമ്മളിലേക്ക് ആവാഹിക്കുന്ന ഒരു ആചാരമായിട്ട് തന്നെയാണ് പോകുന്നത്. ബുദ്ധൻ പറഞ്ഞത് ഓർത്തു നോക്കൂ. ബുദ്ധൻ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് വിചാരിക്കുന്നുവോ അതാണ് നിങ്ങളായിത്തീരുന്നത്. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ ആകർഷിക്കുന്നു, നിങ്ങൾ സങ്കല്പിക്കുന്നത് നിങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗ്രഹത്തിലെ ഈ ഗ്രഹത്തിലെ എല്ലാം ഊർജ്ജമായിട്ടാണ് നമ്മൾ കാണുന്നത്, എനർജിയാണ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ശക്തിയിൽ നമ്മൾ വിശ്വസിക്കുകയാണ് ചെയ്യുന്നത്. ആ എനർജിയിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്.
നമ്മളെല്ലാവരും സ്രഷ്ടാക്കളാണ്. ഇപ്പോൾ ഒരു ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ഓരോ തീരുമാനം, നമ്മുടെ ഓരോ പ്രവർത്തനം, അതൊക്കെ വേറെ ഓരോ യാഥാർത്ഥ്യങ്ങളെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊക്കെ സ്രഷ്ടാക്കൾ തന്നെയാണ്. അതിനൊക്കെ എനർജി തരുന്നത് അത് പോസിറ്റീവ് എനർജിയിലൂടെ ആവാം, നെഗറ്റീവ് എനർജിയിൽ കൂടി ആവാം. അപ്പോൾ പോസിറ്റീവ് എനർജീനെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പോകുന്ന യാഥാർത്ഥ്യം നമ്മൾ ആഗ്രഹിക്കാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അത് മാറ്റാനുള്ള ശക്തി നമ്മളിൽ തന്നെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു യാഥാർത്ഥ്യത്തിൽ കൂടി നമ്മൾ പോവുകയാണെങ്കിൽ ആ യാഥാർത്ഥ്യം മാറ്റുന്നതിന് കഠിനാധ്വാനം വേണം, പ്രതിബദ്ധത വേണം, സ്ഥിരത വേണം. അതായത് കോൺസ്റ്റൻ്റായിട്ട് നമ്മളൊരു കാര്യത്തിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് കടക്കാനുള്ള ധൈര്യമാണ് ആദ്യം ഉണ്ടാവേണ്ടത്. ഈ പൗർണമിയിലെ ലൈറ്റ്, പൗർണമിയുടെ നിലാവ് നമ്മളിലേക്ക് പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരാൻ, അഫർമേഷൻസ് ചെയ്യാനും മാനിഫെസ്റ്റ് ചെയ്യാനും പറ്റിയ ഏറ്റവും നല്ലൊരു ദിവസമാണ്. പൗർണമിയുടെ ഈ ഒരു പോസിറ്റീവ് എനർജി ആവാഹിക്കാൻ നമുക്ക് കുറേ മെത്തേഡ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. അതിലൊന്നാമത്തത് അഫർമേഷൻസ് പറയുന്നതാണ്. എല്ലാം പോസിറ്റീവ് അഫർമേഷൻസ് പറയുന്നതാണ്. ഈ സമയത്ത് ഈ ചന്ദ്രനെ നോക്കിക്കൊണ്ട് നമുക്ക് പോസിറ്റീവ് അഫർമേഷൻസ് പറയാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ പറ്റും. പോസിറ്റീവ് അഫർമേഷൻസ് എഴുതി വയ്ക്കാൻ പറ്റും, അതും നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊന്ന് ചെയ്യുന്നത് വിഷ്വലൈസേഷനാണ്. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ അതൊരു ദൃശ്യവൽക്കരിക്കുകയാണ്. നമ്മൾക്ക് ആഗ്രഹിക്കുന്ന ആ പോസിറ്റീവ് ചേഞ്ച്, ആഗ്രഹിക്കുന്ന ആ ലൈഫ്, അതിനെ നമ്മൾ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. പൂർണ്ണമായ ആഗ്രഹത്തോടെ അത് നടന്നു കഴിഞ്ഞു എന്ന് നമ്മൾ ആ എനർജിയിൽ നിന്നുകൊണ്ട് വിഷ്വലൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു തയ്യാറെടുപ്പ് നടത്താനുണ്ട്. ആദ്യം നമ്മുടെ പൗർണമി നിലാവിൽ ചെന്ന് നിന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് എടുത്തിട്ട് തയ്യാറാവുക. ഏറ്റവും പറയുന്നത് 21 ടൈംസ് ബ്രീത്ത് എടുക്കൂ. 21 ടൈംസ് നന്നായിട്ട് ബ്രീത്ത് എടുത്തിട്ട് നല്ല ആഴത്തിലുള്ള ശ്വാസം എടുത്തതിന് ശേഷം നമ്മൾക്ക് വേണ്ട മാറ്റം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ആ ജീവിതം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിൽ നമ്മൾ കണ്ണടച്ച് വിഷ്വലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ദൃശ്യവൽക്കരിക്കുക. നമ്മൾക്ക് വേണ്ട മാറ്റം, നമ്മുടെ പോസിറ്റീവായിട്ടുള്ള മാറ്റം നമ്മൾ കണ്ണടച്ച് നിന്നുകൊണ്ട് അതിനെ ദൃശ്യവൽക്കരിച്ച് എടുക്കുക. സങ്കല്പിക്കുകയാണ്. അതിൻ്റെ പൂർണ്ണമായ അത് ഇപ്പോൾ അത് എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള രീതിയിൽ അത്രയും ഡീപ്പായിട്ട് അതിനെ ദൃശ്യവൽക്കരിക്കുക, സങ്കല്പിച്ചെടുക്കുക. അപ്പം ആത്മവിശ്വാസം, സ്നേഹം, പുതിയ അവസരങ്ങൾ, അങ്ങനെയൊക്കെ നമുക്ക് ദൃശ്യവൽക്കരിച്ചെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ അത്രയും അനുഭവിച്ചറിയുന്ന രീതിയിൽ, അതായത് നമുക്കത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവുമോ, നമ്മുടെ ഹൃദയത്തിൽ അതിങ്ങനെ ആങ്കർ ചെയ്ത് നിൽക്കണം. ആ ഒരു സന്തോഷം നമ്മൾ അനുഭവിച്ച് ഇപ്പം കിട്ടിക്കഴിഞ്ഞിരിക്കണു എന്നുള്ള രീതിയിൽ അതിനെ അത്രയും വിശ്വസിച്ച് അത് നമുക്ക് അനുഭവിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യണം. അതാണ് ദൃശ്യവൽക്കരണത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അങ്ങനെ ദൃശ്യവൽക്കരിച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മളിങ്ങനെ ആഴത്തിൽ ഇറങ്ങുക എന്ന് പറയില്ലേ, അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ ഈ നിലാവ് നമ്മളെ ഇങ്ങനെ കുളിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളിത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ പൗർണമിയുടെ നറുനിലാവ് അതിങ്ങനെ നമ്മളെ ബാത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് കൂടുതലായിട്ട് പോസിറ്റീവ് എനർജിയായി ബന്ധിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അപ്പോൾ പൗർണമിയിൽ നമ്മുടെ മാനിഫെസ്റ്റേഷൻ അത് ശക്തമായിട്ട് നമുക്കത് നേടിത്തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ കാര്യം ചെയ്യാനുള്ളത്. മറ്റൊന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മുടെ മൂൺ വാട്ടർ ഉണ്ടാക്കുന്നതാണ്. മൂൺ വാട്ടർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത് പിന്നീട് നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴും കുളിക്കുമ്പോഴും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അതായത് കയ്യിൽ ഒരു ചില്ല് പാത്രത്തിൽ അടപ്പുള്ള പാത്രം ആവുന്നതാണ് നല്ലത്. അടപ്പുള്ള പാത്രത്തിൽ, പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടയ്ക്കേണ്ട കാര്യമില്ല. അത് അടപ്പുള്ള പാത്രം എടുക്കുക.
എന്നിട്ട് അടുപ്പ് തുറന്നിട്ട് അതിൽ വെള്ളം നിറയ്ക്കുക. വെള്ളം നിറച്ച് അത് നല്ല വെള്ളമായിരിക്കണം കേട്ടോ. വെള്ളം നിറച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ പൗർണമിയുടെ നിലാവിൽ വന്ന് നിൽക്കുക. പൗർണമിയുടെ നിലാവിൽ വന്ന് നിന്നിട്ട് ഈ ചില്ലുകുപ്പിയിലെ വെള്ളം കയ്യിൽ വെച്ചുകൊണ്ട് നിലാവിനെ നോക്കി നന്നായിട്ട് ബ്രീത്ത് ചെയ്ത് പ്രാർത്ഥിച്ച് നിൽക്കുക കുറച്ച് നേരം. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ നിലാവിനെ നമ്മുടെ കയ്യിലുള്ള വെള്ളത്തിലേക്ക് നമ്മളത് ആവാഹിക്കുന്നു എന്നുള്ള രീതിയിൽ എല്ലാ പോസിറ്റീവ് എനർജി ഇതിലേക്ക് വരണേ. എന്നിട്ട് നമ്മളൊന്ന് പറയുക, നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ള ആഗ്രഹങ്ങൾ ചന്ദ്രനെ നോക്കിയിട്ട് അല്ലെങ്കിൽ പൗർണമി ഫുൾ മൂണിനെ നോക്കിയിട്ട് പറയുക. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ആ കുപ്പി വെള്ളം ഉണ്ടല്ലോ, ചില്ല് കുപ്പി നന്നായിട്ട് അടച്ചതിന് ശേഷം ആ കുപ്പി വെള്ളം വിൻഡോ സൈഡിൽ വെക്കാം. അല്ലെങ്കിൽ പുറത്ത് തന്നെ നിലാവ് കിട്ടുന്ന രീതിയിൽ രാത്രി മുഴുവൻ വയ്ക്കുക. അതിന് ശേഷം രാവിലെ സൂര്യോദയത്തിന് മുമ്പ് ഈ കുപ്പിയിലെ വെള്ളം എടുത്ത് അത് നമുക്ക് ഒന്നില്ലെങ്കിൽ രാവിലത്തെ കുളിക്കുമ്പോൾ നമ്മുടെ കുളിക്കുന്ന വെള്ളത്തിൽ അതിന്ന് കുറച്ച് നമ്മൾ കുളിക്കുന്ന വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് കുളിക്കും. അതുപോലെ രാവിലെ കുളി കഴിഞ്ഞിട്ട് കുറച്ചെടുത്തിട്ട് കുടിക്കുകയും ചെയ്യുക. ആ നിലാവ്, പൗർണമിയുടെ നിലാവിനെ ഏറ്റുവാങ്ങി ആവാഹിച്ചെടുത്തിട്ടുള്ള ആ ജലം നമുക്ക് പവർഫുള്ളായിട്ടുള്ള ജലമായിട്ട്, തീർത്ഥമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയും. ഇങ്ങനെ എനർജൈസ് ചെയ്തെടുത്ത ആ ജലം നമുക്ക് നമ്മളുടെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിലും നമ്മുടെ ക്ലെൻസിങ് കുളിക്കുന്ന സമയത്ത് ക്ലെൻസിങ് ബാത്ത് ഈ എനർജൈസ് ചെയ്ത വാട്ടർ യൂസ് ചെയ്തിട്ട് നമുക്ക് കുളിക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് നാളത്തെ ഒരു കാര്യം ചെയ്യേണ്ടത്. അത്രയും പവർഫുള്ളായിട്ടുള്ള പൗർണമി നിലാവിന് നമുക്ക് കൊണ്ടുതരാൻ കഴിയുന്ന പോസിറ്റീവ് കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും, അതിപ്പോൾ ആഗ്രഹിക്കുന്നത് ചിലപ്പോൾ ചില നെഗറ്റീവ് കാര്യങ്ങൾ റിലീസ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ പോസിറ്റീവ് കാര്യങ്ങൾ അട്രാക്റ്റ് ചെയ്യാനായിരിക്കും. രണ്ടായാലും നെഗറ്റീവിനെ തള്ളിക്കളയാനാണെങ്കിലും പോസിറ്റീവിനെ അത് അട്രാക്റ്റ് ചെയ്യാനാണെങ്കിൽ പോലും രണ്ടും നമുക്ക് ചെയ്യാൻ പറ്റും. രണ്ടിനും ഉള്ള നല്ലൊരു ദിവസമാണ് പൗർണമി എന്നാണ് പറയുന്നത്. ഇനി ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഒക്കെ ചന്ദ്രദർശനം ചെയ്യുന്നവരോട്, പൗർണമിയിൽ പ്രാർത്ഥിക്കുന്നവരോട് പറയാനുള്ളത്, ഏറ്റവും വേണ്ടത് നമ്മളെ പരിഗണിക്കുന്ന ഒരാളെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് പറയുന്നത്. പരിഗണനയാണ് ഏറ്റവും വലുത്. പരിഗണിക്കുക, നമുക്ക് പ്രയോറിറ്റി തരുന്ന ഒരാളെ കിട്ടണേ എന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ നാളത്തെ പൗർണമി ദിവസം ചന്ദ്ര ഊർജത്തിൻ്റെ ദിവസം നന്നായിട്ട് യൂസ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് പോസിബിളായിട്ടുള്ള എല്ലാ സാധ്യതകളിലേക്കും പോവാനും ആഗ്രഹിക്കുന്ന ഒരു ജീവിതം സൃഷ്ടിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പൗർണമിയുടെ ഊർജം പൂർണ്ണമായും നിങ്ങൾക്ക് കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.